പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇടയ്ക്ക് ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അവരുടെ നേരം പോക്കിന് വേണ്ടിയാണ്. ഇപ്പോൾ 2-3 ദിവസം കൂടിയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കളും പിന്നെ ഞാൻ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, കിച്ചൺ ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് അവർക്ക് ഉപകാരപ്രദമായത്. അപ്പോൾ ഞാൻ വലിയ ഷെഫൊന്നുമല്ല, എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്കിപ്പോൾ ചെറിയ പോസ്റ്റും തുടങ്ങാം. ഇപ്പം നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കോമി 1, കോമി 2, കോമി 1, കോമി 2, കോമി 3 ലെവലിലേക്ക് നിങ്ങളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ചോദിക്കുന്നത് കുക്കിംഗ് ടെമ്പറേച്ചറാണ്. കുക്കിംഗ് ടെമ്പറേച്ചർ 75 എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ റീഹീറ്റിംഗ് ചോദിക്കും. റീഹീറ്റിംഗ് 85 കിട്ടണം. കാര്യം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് പറയും 75 മതി എന്ന് പറയും. പക്ഷേ നമുക്ക് 80 കൂടുതൽ വേണം. അന്ന് മാത്രമാണ് അതിൽ ബാക്ടീരിയ ഡൈ ആവത്തുള്ളൂ. അല്ലെങ്കിൽ കുക്ക് ഈസ് നോട്ട് ഗുഡ്, ഓട്ടോമാറ്റിക്കലി ഇൻ ദ പോയിസൺ. ഓൾറെഡി അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 85 മാത്രം റീഹീറ്റിംഗ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. 82 കിട്ടണം. 85 കിട്ടിയില്ലെങ്കിൽ തന്നെ 81, 82 ആ ലെവലിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ 1 to 4 ഡിഗ്രി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 4 ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. വെജിറ്റബിൾ ആയാലും എന്ത് സാധനമായാലും. അതിന് താഴെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ പിടിയിൽ കേടാവും. പിന്നെ ഫ്രീസർ ടെമ്പറേച്ചർ -18. അത് നമ്മൾ ഫ്രോസൺ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ -18 വേണം. പിന്നെ നിങ്ങൾ അത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 2 ദിവസം മുമ്പ്, അതായത് 48 മണിക്കൂറിന് മുമ്പ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ -18 ആയിരിക്കണം. പിന്നെ അത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഗ്രി 4-5 ഡിഗ്രി കിട്ടിക്കൊള്ളണം. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ബാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തണുപ്പിക്കുന്നത്. പിടിന്ന് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയ കയറത്തില്ല. അത് നാട്ടിൽ എത്ര ഹോട്ടലുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 5 to 65 ഡിഗ്രി ആയിരിക്കണം. അതിനുള്ളിൽ നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഫുഡ് തണുപ്പിച്ച് പിടിയെന്ന് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സേഫായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം 2 ദിവസം മാത്രമേ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഫ്രിഡ്ജിൽ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കത് ഇതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ചോദിക്കുന്നത് കട്ടിംഗ് ബോർഡിൻ്റെ ആണ്. പലതരത്തിലുള്ള കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കും. അപ്പോൾ എന്തിനാണ് പലതരത്തിലുള്ള കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത്? അതായത് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പച്ചക്കറി കട്ട് ചെയ്ത കട്ടിംഗ് ബോർഡിൽ തന്നെ ഇറച്ചി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് കണ്ടാമിനേഷൻ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ പലതരത്തിലുള്ള കട്ടിംഗ് ബോർഡുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രീൻ കട്ടിംഗ് ബോർഡ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വെജിറ്റബിളിൻ്റെ കളർ എന്താണ്? ഗ്രീൻ. അപ്പോൾ ഗ്രീൻ കട്ടിംഗ് ബോർഡ്. പിന്നെ ബ്രെഡ്, ചീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് കട്ടിംഗ് ബോർഡ്. അപ്പോൾ പിടിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ബ്രെഡിൻ്റെ നിറം എന്താ, ചീസിൻ്റെ നിറം എന്താ? വെള്ള. അപ്പോൾ വൈറ്റ് കട്ടിംഗ് ബോർഡ്. പിന്നെ സീ ഫുഡ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്ലൂ. അപ്പോൾ ഓഷ്യൻ്റെ കളർ എന്താണ്? അപ്പോൾ ഓഷ്യൻ്റെ കളർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിടിയിൽ നിന്ന് മനസ്സിലാവും. പിന്നെ മീറ്റ് കട്ട് ചെയ്യാനായിട്ട്, ഇറച്ചിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് റെഡ്. അപ്പോൾ മീറ്റിൻ്റെ കളർ എന്താ? അപ്പോൾ ചുമപ്പ്. അപ്പോൾ കാര്യങ്ങൾ. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ ഈ ഗൾഫിലേക്കെന്ന് പറഞ്ഞാൽ പോർക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലാക്ക് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയും കാര്യങ്ങളൊക്കെ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ പലതരത്തിലുള്ള സൂപ്പിൻ്റെ പേരുകൾ ചോദിക്കും, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ പലതരത്തിലുള്ള മഷ്റൂമിൻ്റെ പേര്, പിന്നെ കുക്കിംഗ് മെത്തേഡ് എത്ര തരത്തിലുണ്ടെന്നൊക്കെയും ചോദിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ട് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കോമി 2, കോമി 3 ലെവലിലേക്ക് പോകുന്നത്. കൂടുതലും തിയറി ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. പിന്നെ പ്രാക്ടിക്കലി ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെയും പറയത്തുള്ളൂ, അല്ല സ്റ്റാർട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഇപ്പോൾ കൂടുതൽ നമ്മൾ ഫുഡ് പോയ്സനെ പറ്റി കേട്ടുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലെ പല റെസ്റ്റോറൻ്റായാലും പല സ്ഥാപനങ്ങളിലായാലും ഫുഡ് പോയ്സൺ, പല കല്യാണത്തിന് വേണ്ടി ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ. അപ്പോൾ ഇതാരുടെ ഭാഗത്താണ് തെറ്റ്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകാരുടെ, അതോ കാറ്ററിംഗുകാരൻ്റെ ആണോ, അതോ വീട്ടുടമസ്ഥൻ്റെ കാര്യത്തിലാണോ? അപ്പോൾ വീട്ടുടമസ്ഥനും റെസ്റ്റോറൻറ്റാരും ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഭക്ഷണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ 7 മണിക്ക് ഒരു ഫുഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്, വൈകിട്ട് ഫംഗ്ഷനാണ് 7 മണിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7, 8, 9, 10 4 മണിക്കൂർ മാത്രമേ ആ ഫുഡ് അതിലിടാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂല് കത്തിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ. അതിനുശേഷം ആ ഫുഡ് ഒരിക്കലും ഇടരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഓൾറെഡി പോയിസൺ കയറും. കാര്യം എന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ,
പിന്നെ അത് അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ആ സാധനം ഫങ്ഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുക. അതിനുശേഷം ആ ഫുഡ് കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ അത് അപ്പം തന്നെ തണുപ്പിച്ചിട്ട് എന്താണ് പറയുക, ഫ്രിഡ്ജിലോ ഫ്രീസറിലോ കയറ്റുക. അപ്പോൾ അതാണ് ഈ ഫുഡ് പോയ്സൺ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഫംഗ്ഷൻ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് തീർക്കുക. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ നിൽക്കരുത്. അതിനുശേഷം കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാറ്ററിംഗുകാരെ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ കൂടുതൽ നമുക്ക് ഔട്ട് സൈഡിൽ ഫുഡ് ഇങ്ങനെ കത്തിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ നാട്ടിലൊക്കെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഫുഡ് പോയ്സൻ്റെ കാര്യങ്ങളൊക്കെയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ നോക്കുക. കാര്യം ഹാൻഡ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് കൂടുതൽ ഹൈജീനെ പറ്റിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിനോടൊന്നും വലിയ ഇത് കാണിക്കാറില്ല. നമ്മൾക്ക് കൂടുതൽ രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് സമയം എത്താറില്ല. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ എന്തെങ്കിലും ജോലി സംബന്ധമായ എന്തെങ്കിലും ഒത്തിരി പേര് കൂട്ടുകാരെന്നോട് ചോദിക്കുന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഗൾഫ് പോലെയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിസയുടെ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ സ്പോൺസർഷിപ്പ് കിട്ടണം, പിന്നെ IELTS. അപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും വരാണെങ്കിൽ ഞാൻ അറിയിക്കാം നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ചേർന്നു. ഞാനെന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സപ്പിലോ, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ചാനലൊക്കെയും ഞാൻ ഇടാൻ നോക്കാം എന്തെങ്കിലും വീഡിയോകളൊക്കെയും ഇതിനെ സംബന്ധിച്ച്. ഓക്കെ എന്നാൽ താങ്ക് യു.